ഓ എന്റെ ഡോക്ടറെ, ഒന്നും പറയണ്ട. ഞാൻ അവന്മാരെ രണ്ടിനെയും കൂടി ഇരുത്തിയിട്ടൊന്ന് കറി വെക്കാൻ അങ്ങോട്ട് മാറിയതാ. രണ്ടും കൂടി ഒരുത്തിനൊരുത്തിന്റെ മുഖത്തിട്ടൊന്ന് കൊടുത്തു. താഴെ കിടക്കുന്ന പല്ല് എന്ത് ചെയ്യാനാ, പല്ല് ഊരിപ്പോന്നു. എപ്പോഴായിരുന്നു സംഭവം? ഏകദേശം ഒരു 2 മണിക്കൂറായി കാണും. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പല്ല് വെക്കാൻ പറ്റില്ലേ? മുറിവൊക്കെ കരിയട്ടെ, എന്നിട്ട് നമുക്ക് പല്ല് വെച്ച് കൊടുക്കാം. ആ വരൂ, ഇരിക്കും. എന്ത് പറ്റി? ഡോക്ടർ, എന്റെ കുഞ്ഞെ ഒന്ന് ഫുട്ബോൾ കളിക്കുന്നതിന്റെ അടുത്ത് വീണു. അതിന്റെ പല്ലൊന്നും ഊരിപ്പോയി. അത് എന്താ ചെയ്യാൻ പറ്റുക? എത്ര സമയമായി പല്ലും പോയിട്ട്? ഏകദേശം ഒരു 1/2 മണിക്കൂറായി കാണും. ഞാനത് തേങ്ങാ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. വേഗം കുഞ്ഞിനെ വിളിക്കാൻ നോക്കട്ടെ കേട്ടോ. ഇരിക്കൂ കേട്ടോ. ഡോക്ടറെ, അതെ, മോനൊന്ന് സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണായിരുന്നു. അപ്പൊ തന്നെ അവന്റെ മുൻനിരയിലെ പല്ലൊന്നും ഊരി പോന്നു. എനിക്ക് പെട്ടെന്ന് തേങ്ങാ വെള്ളം ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ കുറച്ച് പാലില് അത് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എത്ര സമയമായി കാണും പോയിട്ട്? ഏകദേശം ഒരു 1/2 മണിക്കൂറായി കാണും. എന്നാ മോനെ വിളിക്കും, നമുക്ക് നോക്കാം കേട്ടോ. മോനെ ഇരിക്കും. ഡോക്ടറെ, ഇതെന്റെ ബ്രദറാണ്. എന്തു പറ്റി ബ്രദറിന്? ഞങ്ങളെ ബസ്സിൽ വരുന്ന വഴി ബസ് ഒന്ന് ആക്സിഡന്റ് ആയി. പിന്നെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. ഫ്രണ്ടിലെ ആ കമ്പിയിൽ ചെന്ന് ഇടിച്ചിട്ട് പല്ല് ഊരിപ്പോയി. മുന്നിലെ പല്ല് ഊരിപ്പോയി. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ പിന്നൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് കുപ്പിയിലെ വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് അവന്റെ നാക്കിന്റെ അടിയിൽ തന്നെ പല്ല് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി സമയമായില്ലല്ലോ, ഇപ്പൊ ഉടനെ അല്ലായിരുന്നോ? ഏകദേശം 1/2 മണിക്കൂർ. ഞങ്ങൾ ഇവിടെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ അവന്റെ വീട്ടിലേക്ക് നേരിട്ട് വന്നു. ചെയറിലോട്ടിരിക്കും, നോക്കട്ടെ. നിങ്ങളിപ്പോ ഒരു 4 ഇൻസിഡൻസ് കണ്ടു കാണുമല്ലോ. ഇതില് ഒന്നാമത്തെ കാര്യം, പാൽപ്പല്ലാകരുത്. പാൽപ്പല്ല് നഷ്ടപ്പെടുവാണെങ്കിൽ കുഴപ്പമില്ല, അത് പൊക്കോട്ടെ. അതുപോലെ തന്നെ മോണരോഗം മൂലം എല്ലുകൾക്ക് ബലമില്ലാണ്ട് ഇളകി ഊരിയ പല്ലുകളും നമുക്ക് ഈ കേസിൽ ബാധകമില്ല. അല്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു പല്ല് സോക്കറ്റിൽ നിന്ന് ഊരിപ്പോയുവാണെങ്കിൽ നമ്മളൊരു 30 മിനിറ്റിനുള്ളിൽ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് എത്തിക്കുവാണെങ്കിൽ അത് തിരിച്ച് യഥാസ്ഥാനത്ത് സോക്കറ്റിൽ നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. പല്ല് നമ്മൾ ആദ്യമേ തന്നെ ഊരിയത് ആ സ്പോട്ടിൽ നിന്ന് എടുത്തിട്ട് കഴുകുക. അതായത് അതിൽ ഉറച്ചൊന്നും കഴുകരുത്, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു മീഡിയത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അതിനായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒന്നാമതായി തേങ്ങാ വെള്ളം, അതുമല്ലെങ്കിൽ പാല്. വീട്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പാല്. ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ സ്വന്തം ഉമിനീര് ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഇടുന്ന ഡിഫിക്കൽറ്റ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പല്ല് കഴുകിയിട്ട് നാവിന്റെ അടിയിൽ വെച്ചുകൊണ്ട് ക്ലിനിക്കിലേക്ക് എത്തിക്കുക. ഇവിടെ ഡോക്ടർ അത് നമുക്ക് പല്ല് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചതിന് ശേഷം കമ്പി വെച്ച് സ്പ്ലിന്റ് ചെയ്യുന്നതായിരിക്കും. ശേഷം നമുക്ക് ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാൻ, അത് ഹീലാവാനായിട്ട് ആന്റിബയോട്ടിക്സ് തരും. അതുകൂടാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ റൂട്ട് കനാൽ നടത്തി നമുക്ക് ഇതിനെ തിരിച്ച് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അധികം ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണമെന്നില്ല. പുതിയൊരു കാര്യമാവാം. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുവാണ്.